മൂന്നാം രാവിൻ്റെ ഒരു ഭാഗം തൊട്ട് 9-ാം രാവിൻ്റെ ഒരു ഭാഗം വരെയുള്ള മുക്കുവൻ്റെ കഥ ഇന്ന് നമുക്ക് കേൾക്കാം. 3-ാം രാത്രിയിൽ ഷെഹർസാദ് വീണ്ടും കഥ തുടർന്നു. മീൻപിടുത്തക്കാരൻ്റെ കഥയോട് തുലനം ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞ കഥകൾ നിസ്സാരങ്ങളാണ്. എന്താണ് മുക്കുവൻ്റെ കഥ? രാജാവ് അക്ഷമനായി. അവൾ പറഞ്ഞു, ഒരിക്കൽ ദരിദ്രനായ ഒരു വൃദ്ധ മുക്കുവൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ദിവസം 4 പ്രാവശ്യം വല വീശും. അതാണ് അയാളുടെ പതിവ്. ഒരു ദിവസം അയാൾ വല വീശി. വലിച്ചപ്പോൾ വലിയ ഭാരം. ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് നോക്കിയപ്പോൾ വലയിലൊരു കഴുതയുടെ ശവം. തലയിലെഴുത്ത് തന്നെ. മുക്കുവൻ വീണ്ടും വല വീശി. ഇത്തവണയും വലിയ ഭാരം. കൂറ്റൻ മത്സ്യമായിരിക്കണം. സകല ശക്തിയും ഉപയോഗിച്ച് ഒരുവിധം വല വലിച്ചെടുത്തപ്പോൾ കണ്ടത് ഒരു മൺഭരണിയാണ്. അത് നിറച്ചും ചെളിയും മണലുമായിരുന്നു. കണി കണ്ടതാരെയോ. 3-ാമത്തെ തവണ കിട്ടിയത് കുറേ പാത്രകഷ്ണങ്ങളായിരുന്നു. 4-ാമത്തെ പ്രാവശ്യം, അതാണല്ലോ അന്നത്തെ അവസാനത്തെ വീശൽ, ദൈവത്തെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വീശി. വല പൊക്കാനേ പറ്റുന്നില്ല. വളരെ പാടുപെട്ട് അയാൾ ഒരു പ്രകാരത്തിൽ അത് പൊക്കിയെടുത്തു. ഇത്തവണ കണ്ടത് ഒരു ചെമ്പ് പാത്രമാണ്. നല്ല കനത്തിൽ ഈയം കൊണ്ടടച്ച് മുദ്ര വെച്ച പാത്രം. അയാൾക്ക് സന്തോഷമായി. ഇത് ചെമ്പ് പാത്രക്കാർക്ക് വിറ്റാൽ അഷ്ടിക്ക് വകയായി. പാത്രം പൊക്കാൻ നോക്കിയപ്പോൾ പൊങ്ങുന്നില്ല. ഒടുവിൽ തുറന്നു നോക്കി. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ പുക പൊങ്ങുവാൻ തുടങ്ങി. മുക്കുവൻ അമ്പരന്നു. ക്രമേണ പുക ആകാശം വരെ ഉയർന്നു. ഭൂമി മുഴുവൻ വ്യാപിച്ചു. അവസാനം, അത്യത്ഭുതമെന്ന് പറയട്ടെ, പുകയെല്ലാം കൂടി ഒരു ഭൂതത്താനായി മാറി. അവൻ്റെ തല ആകാശത്ത് മുട്ടിയിരുന്നു, കാൽ ഭൂമിയിലും. ഒരു തല ഒരു വലിയ ഗോളം പോലെയായിരുന്നു. കാലുകൾ കപ്പൽ തൂണുകൾ പോലെ, വായ ഒരു ഗുഹ പോലെ, പല്ലുകളോ വലിയ കല്ലുകൾ പോലെയും, നാസാദ്വാരങ്ങൾ വലിയ ഭരണികൾക്ക് തുല്യം. മുക്കുവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലും. ഏതു രീതിയിൽ കൊല്ലണം? ഭൂതം അലറി. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നാൽ നീ എൻ്റെ കഥ കേൾക്ക്, അപ്പോൾ മനസ്സിലാകും നീ ചെയ്ത തെറ്റ്. ഭൂതം പറഞ്ഞു. എൻ്റെ പേര് സക്വൻ. സുലൈമാൻ്റെ എതിരാളിയാണ് ഞാൻ. ഒരിക്കൽ സുലൈമാൻ്റെ മന്ത്രി എന്നെ അവൻ്റെ ശക്തിക്ക് അധീനനാക്കി സുലൈമാൻ്റെ മുമ്പിലെത്തിച്ചു. സുലൈമാൻ എന്നെ കണ്ടപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ അനുസരിച്ച് വിശ്വസ്തനായിരിക്കാൻ പറഞ്ഞു. ഞാൻ നിഷേധിച്ചപ്പോൾ എന്നെ ഈ പാത്രത്തിലടച്ചു, കടലിലേക്കെറിഞ്ഞു. ഞാൻ കഷ്ടത്തിലായി. എന്നെ സ്വതന്ത്രനാക്കുന്നവന് ധാരാളം സമ്പത്ത് നൽകാമെന്ന് തീരുമാനിച്ച് ഞാൻ കാത്തുകിടന്നു. അങ്ങനെ 100 കൊല്ലം വെള്ളത്തിൽ കിടന്നു. പക്ഷെ ആരും വന്നില്ല. രക്ഷിക്കുന്നവന് ഭൂമിയിലെ സകല ധനവും നൽകാൻ നിശ്ചയിച്ച് പിന്നെയും 100 വർഷം ഞാൻ കാത്തുകിടന്നു. എന്നെ ആരും സ്വതന്ത്രനാക്കിയില്ല. അങ്ങനെ 400 കൊല്ലം ഞാൻ അവിടെ കിടന്നു. അവസാനം ഞാനൊരു ശപഥം ചെയ്തു. ഇനി എന്നെ മോചിപ്പിക്കുന്നവനെ ഞാൻ കൊല്ലും. നീയാണ് എന്നെ മോചിപ്പിച്ചത്, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. കഷ്ടം, ഉപകാരം ചെയ്തവനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് മുക്കുവൻ പറഞ്ഞു നോക്കി. ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ മുക്കുവൻ പറഞ്ഞു, അല്ലാ, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഈ ഭൂതത്തിൻ്റെ ഒരു ചെറിയ കാല് പോലും ഈ പാത്രത്തിൽ കടക്കില്ല. പിന്നെ എങ്ങനെ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കടന്നു? എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാലേ ഞാനിത് വിശ്വസിക്കുകയുള്ളൂ. കഥ ഇത്രയുമായപ്പോൾ 3-ാം രാത്രി കഴിഞ്ഞു. 4-ാം രാത്രി കഥ തുടർന്നു. മുക്കുവൻ്റെ വർത്തമാനം കേട്ട ഭൂതം, നിനക്ക് വിശ്വാസമായില്ല അല്ലേ? എന്നാൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് പുകയായി ചെറുതായി ഭരണിയിൽ കയറി. ഉടനെ ബുദ്ധിമാനായ മുക്കുവൻ പാത്രം സുലൈമാൻ്റെ മുദ്രയുള്ള മൂടി കൊണ്ടടച്ചു. ഭരണി വെള്ളത്തിലേക്ക് താഴ്ത്താൻ തുനിഞ്ഞപ്പോൾ, അയ്യോ, എന്നെ വിട്ടയക്കണേ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാമേ, ഭൂതം ദയനീയമായി കരഞ്ഞപേക്ഷിച്ചു. ഇല്ല, ഞാൻ നിന്നെ വിട്ടയച്ചാൽ യുനാൻ രാജാവിൻ്റെയും മന്ത്രിയുടെയും വൈദ്യൻ്റെയും കഥയിലെ അനുഭവമാണ് എനിക്കുണ്ടാവുക, മുക്കുവൻ പറഞ്ഞു. ഭൂതം മുക്കുവനോട് ആ കഥ പറയാൻ ആവശ്യപ്പെട്ടു. മുക്കുവൻ തുടങ്ങി. യുനാൻ രാജാവും വൈദ്യനും. വളരെ കാലം മുമ്പ് ഒരു രാജ്യത്ത് യുനാൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. ലോകത്തുള്ള സകല വൈദ്യന്മാരും ചികിത്സിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ ഒരു ദിവസം പ്രസിദ്ധനായ റയ്യാൻ എന്ന വൈദ്യൻ നഗരത്തിലെത്തി.
അദ്ദേഹം എല്ലാ ഭാഷകളിലും പാണ്ഡിത്യമുള്ളവനായിരുന്നു. രോഗചികിത്സയിലും ജ്യോതിശാസ്ത്രത്തിലും എല്ലാം അദ്ദേഹം വിദഗ്ധനായിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും വിശാരദനായിരുന്ന രാജാവിനെ മുഖം കാണിച്ച് വൈദ്യൻ പറഞ്ഞു, സകല വൈദ്യന്മാരും തോറ്റു പിന്മാറിയ രംഗത്ത് ഞാൻ വന്നിരിക്കുകയാണ് അങ്ങയെ രക്ഷിക്കാൻ. യുനാന് വലിയ അത്ഭുതമായി. ദൈവത്തിൻ്റെ പേരിൽ ഞാൻ ആണയിട്ട് പറയുന്നു, എൻ്റെ രോഗം മാറിയാൽ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും ഞാൻ സഫലമാക്കാം. നിങ്ങളുടെ അനന്തര തലമുറകളെയും ഞാൻ സമ്പന്നരാക്കാം. റയ്യാൻ രാജധാനിക്കടുത്ത് ഒരു വീട്ടിൽ താമസിച്ചു. പന്ത് തട്ടിക്കളിക്കാൻ പറ്റിയ ഒരു ദണ്ടുണ്ടാക്കി. പലതരത്തിലുള്ള മരുന്നുകളുടെ സത്തെടുത്ത് അതിൻ്റെ പൊള്ളയായ പിടിയിൽ നിറച്ച് ഉറപ്പിച്ച് നല്ല ഒരു പന്തും ഉണ്ടാക്കി. പിറ്റേ ദിവസം രാവിലെ രാജധാനിയിലെത്തി രാജാവിനോട് മൈതാനത്തിൽ ആ ദണ്ട് കൊണ്ട് പന്തടിച്ച് വ്യായാമം ചെയ്യാൻ അപേക്ഷിച്ചു. അതായിരുന്നു ചികിത്സാ നിർദ്ദേശം. ദണ്ട് കൊണ്ട് പന്തിന്മേൽ ആഞ്ഞാഞ്ഞടിക്കുക, ദേഹം മുഴുവനും വിയർക്കുന്നത് വരെ. അങ്ങനെ അദ്ദേഹം മുഴുവൻ വിയർത്ത് കഴിഞ്ഞാൽ രാജധാനിയിലേക്ക് തിരിച്ചെഴുന്നള്ളി കുളിക്കുക, സുഖമായി ഉറങ്ങുക. അപ്പോഴേക്കും എല്ലാം സുഖമാവുമെന്ന് പറഞ്ഞു. മരുന്നൊന്നും കൂടാതെ രോഗം മാറുമെന്നോ? വിശ്വാസമുണ്ടായില്ലെങ്കിലും രാജാവ് അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു. തൻ്റെ രോഗം മാറിയിരിക്കുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ രാജാവിനെയാണ് ആളുകൾ പിറ്റേന്ന് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് രോഗമുണ്ടായിരുന്നെന്ന് പോലും ആരും പറയില്ല. രാജാവിനുണ്ടായ സന്തോഷം വർണ്ണനാതീതമായിരുന്നു. അദ്ദേഹം വൈദ്യനെ കെട്ടിപ്പിടിച്ചു. സകല ഉപചാരങ്ങളും ചെയ്തു. ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയച്ചു. രാജാവിന് വിഷഗ്വരനെ കുറിച്ച് അഭിമാനവും സന്തോഷവും തോന്നി. അദ്ദേഹത്തെ തൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് യുനാൻ ഉറങ്ങിയത്. പിറ്റേ ദിവസവും രാജാവ് വൈദ്യനെ വിളിച്ച് സൽക്കരിച്ചു. തൻ്റെ സിംഹാസനത്തിനരികെ തന്നെ വൈദ്യനെയും പിടിച്ചിരുത്തി. ഇങ്ങനെ 2-3 ദിവസം ആവർത്തിച്ചു. ഒരു മന്ത്രി, അയാൾ കണ്ടാൽ തന്നെ ക്രൂരനും നീചനും വിരൂപിയുമായിരുന്നു. ഇതിൽ അസൂയാലുവായി അയാൾ രാജാവിനോട് നേരിട്ട് പറഞ്ഞു, ശത്രുവിനെയാണ് അങ്ങ് സൽക്കരിക്കുന്നത്, അങ്ങയുടെ നന്മയ്ക്കല്ല ഇത്. രാജാവിന് അത് കേട്ട് മന്ത്രിയോട് കോപം തോന്നി. ശത്രുവോ? എന്നെ മാറാരോഗത്തിൽ നിന്ന് വിമുക്തനാക്കിയ എൻ്റെ സ്നേഹിതനെക്കുറിച്ചാണോ നീ ഈ പറയുന്നത്? അദ്ദേഹം പകുതി രാജ്യം ആവശ്യപ്പെട്ടാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നീ ഇതെല്ലാം അസൂയ കൊണ്ട് പറയുന്നതാണ്. സിന്ധുബാദ് രാജാവിന് പറ്റിയതുപോലെ എനിക്കും സംഭവിക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? കഥ ഇത്രയുമായപ്പോൾ നേരം പുലർന്നു. 5-ാം രാത്രി ഷെഹർസാദ് കഥ തുടർന്നു. യുനാൻ പറഞ്ഞു, സിന്ധുബാദിനെ പോലെ തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കാൻ ഞാനില്ല. ഉടനെ മന്ത്രിക്ക് സിന്ധുബാദിൻ്റെ കഥ കേൾക്കാൻ തിടുക്കമായി. സിന്ധുബാദും വേട്ടപ്പക്ഷിയും. ഒരിക്കൽ നായാട്ടിൽ വലിയ കമ്പക്കാരനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേട്ടയിൽ നല്ല പാടവം സിദ്ധിച്ചിരുന്ന ഒരു പക്ഷിയുണ്ടായിരുന്നു. രാപ്പകൽ അത് അദ്ദേഹത്തെ വിട്ടു പിരിഞ്ഞിരുന്നില്ല. അതിൻ്റെ കഴുത്തിൽ ഒരു സ്വർണ്ണക്കപ്പ് കെട്ടിത്തൂക്കിയിരുന്നു. ആ കപ്പിൽ നിന്നാണ് പക്ഷി വെള്ളം കുടിക്കാറുള്ളത്. കാലാവസ്ഥ അനുകൂലമായിരുന്ന ഒരു ദിവസം രാജാവ് നായാട്ടിന് പുറപ്പെട്ടു. താഴ്വരയിലെത്തിയ രാജാവും അനുയായികളും നായാട്ടുവല വീശി. ഉടനെ ഒരു മാൻകുട്ടി ആ വലയിൽ വീണു. അതിനെ താൻ കൊല്ലാമെന്ന് പറഞ്ഞ് രാജാവ് അടുത്തേക്ക് ചെന്നപ്പോൾ കാലുകൾ നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യാനെന്ന പോലെ അത് രാജാവിനെ സമീപിച്ചു. രാജാവ് ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയപ്പോഴേക്കും അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കുമീതെ ചാടി ഓടിപ്പോയി. നായാട്ടുകാരെല്ലാവരും പരസ്പരം കണ്ണിറുക്കുന്നത് കണ്ട് രാജാവ് എന്താണ് കാരണമെന്ന് ആരാഞ്ഞു. അതിലൊരുവൻ പറഞ്ഞു, അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, അത് രക്ഷപ്പെടാനിടയാകുന്നവൻ ആരായാലും അവൻ മരിക്കണമെന്ന്. അയ്യോ, എൻ്റെ ജീവൻ കളയേണ്ടി വരില്ലേ അപ്പോൾ? അതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. രാജാവ് കുതിരപ്പുറത്ത് കയറി ആവുന്നത്ര വേഗം ഓടിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ വേട്ടപ്പക്ഷി പറന്നു വീണ് ആ സാധു മൃഗത്തിൻ്റെ കണ്ണുകളിൽ കൊത്തി. രാജാവ് അപ്പോഴേക്കും അതിനെ അമ്പെയ്തു കൊന്നു. ഇത്രയുമായപ്പോഴേക്കും രാജാവും കുതിരയും ദാഹം കൊണ്ട് പരവശരായി. സ്ഥലമാണെങ്കിലോ നല്ലൊരു മരുഭൂമി, നല്ല ചൂടുള്ള ദിവസവും. എന്നാൽ ഭാഗ്യത്തിന് ചുറ്റും നോക്കിയ രാജാവിൻ്റെ കാഴ്ചയിൽപ്പെട്ടത് ഒരു മരത്തിൻ്റെ തടിയിൽ നിന്നും വെണ്ണയുടെ കനത്തിൽ വെള്ളം വീഴുന്നതാണ്. രാജാവ് വേട്ടപ്പക്ഷിയുടെ കഴുത്തിൽ നിന്ന് കപ്പെടുത്ത്
ഈ വെള്ളം നിറച്ച് അതിൻ്റെ മുമ്പിൽ വച്ചു. പക്ഷേ പക്ഷി അത് നഖം കൊണ്ട് തട്ടിമറിച്ച് കളഞ്ഞു. വീണ്ടും രാജാവ് വെള്ളം നിറച്ചു കൊടുത്തു. എന്നാൽ അതും ആ പക്ഷി തട്ടിക്കളഞ്ഞു. ഇതിൽ കുപിതനായ രാജാവ് മൂന്നാമതും വെള്ളം നിറച്ച് കുതിരയ്ക്ക് കുടിക്കാൻ നീട്ടിയപ്പോഴേക്കും പക്ഷി പറന്നെത്തി ചിറകുകൊണ്ട് കപ്പ് തട്ടിക്കളഞ്ഞു. രാജാവിന് കലി വന്നു. എന്ത്, നീ അത്രയ്ക്കായോ അസത്ത് പക്ഷി? നീ എന്നെയും കുതിരയെയും വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് വാളൂരി അതിൻ്റെ 2 ചിറകും വെട്ടിവീഴ്ത്തി. വീണ് പിടയുന്ന പക്ഷി ഇടയ്ക്ക് തലപൊക്കി മരത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രാജാവ് കണ്ടത്, ആ മരം നിറയെ സർപ്പങ്ങളായിരുന്നു. അവയുടെ വിഷമാണ് വെള്ളമായി വീണിരുന്നത്. രാജാവ് ദുഃഖപരവശനായി. തൻ്റെ ബുദ്ധിശൂന്യതയും ദുഷ്കൃത്യവും ഓർത്ത് പശ്ചാത്തപിച്ച് രാജധാനിയിലേക്ക് മടങ്ങി. അദ്ദേഹം ചിറകറ്റ പക്ഷിയെ മടിയിൽ വെച്ച് തടവിക്കൊണ്ടിരുന്നു. കുറച്ച് നിമിഷത്തിനുള്ളിൽ അത് മരിച്ചു. രാജാവ് തൻ്റെ സങ്കടം എണ്ണിപ്പറഞ്ഞ് വിലപിച്ചു. ഇതാണ് സിന്ദബാദ് രാജാവിൻ്റെ കഥ. മന്ത്രി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. അവസാനം അങ്ങൻ്റെ വാക്കുകളുടെ വിലയറിയും. അതിഭയങ്കരനായ ഒരു മന്ത്രി ഒരു രാജാവിൻ്റെ ഓമന മകനെ നശിപ്പിച്ച കഥ കേട്ടിട്ടില്ലേ? അതുപോലെ അങ്ങ് നശിക്കുമോ എന്നാണ് എൻ്റെ ഭയം. എന്താണ് ആ കഥ? രാജാവ് ചോദിച്ചു. രാജകുമാരന് നായാട്ടിൽ വലിയ ഭ്രമമായിരുന്നു. മകനെ എല്ലായിടത്തും അനുഗമിക്കണമെന്ന് രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചിരുന്നു. ഒരു ദിവസം രാജകുമാരനും മന്ത്രിയും കൂടി കാട്ടിൽ കൂടി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു വിചിത്ര ജന്തുവിനെ കണ്ടു. മന്ത്രിക്കറിയാമായിരുന്നു അത് എന്ത് തരം ജന്തുവാണെന്ന്. എങ്കിലും അയാൾ രാജകുമാരനോട് പറഞ്ഞു, ആ ശ്രേഷ്ഠ മൃഗത്തെ നമുക്ക് പിടിക്കാം എന്ന്. രാജകുമാരൻ അതിനെ പിന്തുടർന്ന് ഒരു മരുഭൂമിയിലെത്തി. പെട്ടെന്ന് മൃഗം അപ്രത്യക്ഷമായി. ഒരു സുന്ദരി കരഞ്ഞുകൊണ്ട് രാജകുമാരൻ്റെ മുമ്പിലെത്തി. ഞാനൊരു രാജാവിൻ്റെ മകളാണ്. ഈ മരുഭൂമിയിൽ കൂടി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ അതിൻ്റെ പുറത്ത് നിന്ന് താഴെ വീണു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഉഴലുകയാണ്. ഇതിൽ അനുകമ്പ തോന്നിയ രാജകുമാരൻ അവളെ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി. ഇടയ്ക്ക് വഴിയിൽ വെച്ച് മൂത്രശങ്ക തീർക്കാനാണെന്നും പറഞ്ഞ് അവൾ ഇറങ്ങി. കുറച്ചു നേരം കാത്തിട്ടും അവളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ രാജകുമാരൻ കണ്ടത് അവളുടെ സ്ഥാനത്ത് ഉഗ്രരൂപിണിയായ ഒരു യക്ഷിയെയാണ്. യക്ഷി അവളുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് വിശപ്പടക്കാൻ ഞാൻ ഇന്നൊരു തടിച്ച ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജകുമാരൻ അത് കേട്ട് ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ യക്ഷി പഴയ വേഷത്തിൽ രാജകുമാരൻ്റെ അടുക്കലെത്തി. നീ എന്തിനാണ് വിറയ്ക്കുന്നത്? രാജകുമാരൻ പറഞ്ഞു, എനിക്ക് ഒരു ശത്രു ഉണ്ട്, അതാണ് ഞാൻ ഭയപ്പെടുന്നത്. നീ ഒരു രാജകുമാരനല്ലേ, ശത്രുവിന് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കൂടെ? അയ്യോ, എൻ്റെ ശത്രു പണം കൊണ്ട് തൃപ്തിപ്പെടില്ല, എൻ്റെ ജീവൻ തന്നെ വേണം അതിന്. എന്നാൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ആ ശത്രുവിനെ നശിപ്പിക്കുവാൻ. ഉടനെ രാജകുമാരൻ തൊഴുതുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സർവശക്തനായ ദൈവമേ, എൻ്റെ ശത്രുവിനെ എൻ്റെ വഴിയിൽ നിന്ന് മാറ്റണേ. ഈ പ്രാർത്ഥന മുഴങ്ങിയ ഉടനെ യക്ഷി അപ്രത്യക്ഷയായി. രാജകുമാരൻ തിരിച്ചു വന്ന് രാജാവിനോട് കഥകളെല്ലാം പറഞ്ഞു. മന്ത്രിയുടെ ഗൂഢാലോചനയിൽ കുപിതനായ രാജാവ് അയാളെ കൊന്നു. അതുപോലെ ഈ വൈദ്യനെ അത്യധികം വിശ്വസിക്കരുത്. അയാൾ അങ്ങയുടെ ചങ്ങാതിയായി അങ്ങയെ കൊല്ലാനാണ് തുനിയുന്നത്. കേവലം ഒരു നിസ്സാര സാധനം കൊണ്ട് അങ്ങയെ രോഗവിമുക്തനാക്കിയ അയാൾക്ക് അങ്ങയെ കൊല്ലാനും വിഷമമുണ്ടോ? രാജാവ് മന്ത്രിയുടെ വാക്കുകളിൽ കുടുങ്ങി. വൈദ്യനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പതിവ് പോലെ എത്തിയ റയ്യാനെ സ്വീകരിച്ചത് ഉപചാരോക്തികളല്ല, മരിക്കാൻ തയ്യാറാകണമെന്ന ഭീഷണിയാണ്. വൈദ്യൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞു, എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ദൈവം എഴുന്നേറ്റ് വന്ന് അങ്ങയെ കൊല്ലും. പക്ഷേ രാജാവ് അതൊന്നും കേട്ടില്ല. ഒടുവിൽ ആരാച്ചാർ വന്ന് വൈദ്യൻ്റെ കണ്ണുകൾ മൂടി. കത്തിക്ക് മൂർച്ച കൂട്ടാൻ തുടങ്ങി. വൈദ്യൻ കരയുന്നുണ്ടായിരുന്നു. ഒരു തരം മുതലയുടെ സ്വഭാവമാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്. ഇങ്ങനെയാണോ എന്നോട് പ്രത്യുപകാരം ചെയ്യേണ്ടത്? പക്ഷേ രാജാവ് ഒന്നും കേട്ടില്ല. രാജധാനിയിലേക്കുള്ള മിക്ക മന്ത്രിമാരും വൈദ്യൻ്റെ പക്ഷത്തായിരുന്നു. അവസാനം വൈദ്യൻ രാജാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു, എൻ്റെ വീട് വരെ പോകുവാൻ എനിക്ക് അനുവാദം തരണം. എൻ്റെ വീട്ടുകാരോട് യാത്ര പറയണം. എൻ്റെ വൈദ്യശാസ്ത്ര കൃതികൾ നശിപ്പിക്കാനുണ്ട്. എന്നാലും അതിലൊരു ഗ്രന്ഥം അങ്ങ് സൂക്ഷിക്കണം. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും മൂല്യം അതിലുണ്ട്.
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ആ പുസ്തകത്തിൻ്റെ 3 താളുകൾ മറിക്കണം. എന്നിട്ട് ഇടതുവശത്തെ താളിൻ്റെ മുകളിലെ 3 വരികൾ വായിക്കണം. മണ്ണിലറ്റു വീണ് കിടക്കുന്ന എൻ്റെ ശിരസ് അപ്പോൾ ഏത് ചോദ്യത്തിനും ഉത്തരം പറയും. രാജാവിന് സന്തോഷമായി. വൈദ്യൻ്റെ അപേക്ഷ അനുവദിച്ചു. പറഞ്ഞ പോലെ വൈദ്യൻ വീട്ടിൽ പോയി ഒരു പഴയ പുസ്തകവും പൊടി നിറച്ച് ഒരു പെട്ടിയുമായി തിരിച്ചു വന്നു. രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പെട്ടിയിലെ പൊടി ഒരു താലത്തിലിട്ടുകൊണ്ട് പരതി. പുസ്തകം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കഴുത്തറക്കുന്നത് വരെ ഇത് തുറക്കരുത്. മുറിച്ചു കഴിഞ്ഞാൽ തല ഈ താലത്തിൽ അമർത്തി വെക്കണം. അപ്പോൾ രക്തം നിലയ്ക്കും. എന്നിട്ടേ ഗ്രന്ഥം തുറക്കാവൂ. പക്ഷേ രാജാവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അക്ഷമനായി ഗ്രന്ഥം തുറന്നു. പൊടി കൊണ്ടൊട്ടി പിടിച്ചിരുന്ന പുസ്തക താളുകൾ നാക്കിൽ തൊട്ട് വിരൽ നനച്ച് രാജാവ് താളുകൾ മറിക്കാൻ തുടങ്ങി. അങ്ങനെ 6 താളുകൾ മറിച്ചു നോക്കി. എന്നിട്ടും ഒന്നും എഴുതിയിരിക്കുന്നത് കണ്ടില്ല. പിന്നെയും പിന്നെയും താളുകൾ മറിക്കാൻ വൈദ്യൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം ആ പുസ്തകത്താളിലുണ്ടായിരുന്ന വിഷം നാവിൽ കൂടി ശരീരത്തിൽ വ്യാപിച്ച് രാജാവ് മരിച്ചു വീണു. റയ്യാനെ കൊല്ലാൻ നോക്കിയ രാജാവിനെ അങ്ങനെ ദൈവം ശിക്ഷിച്ചു. ഈ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും നേരം പുലർന്നു. രാജകുമാരൻ്റെയും മത്സ്യങ്ങളുടെയും കഥ. 6ാമത്തെ രാത്രി മന്ത്രികുമാരി കഥ തുടർന്നു. കഥ കേട്ടിരുന്ന ഭൂതത്തോട് മുക്കുവൻ പറഞ്ഞു, നീ എന്നെ കൊല്ലുവാൻ പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ദൈവം രക്ഷിക്കുമായിരുന്നു. ഇനി നിനക്ക് ഗതി വെള്ളത്തിൽ തന്നെ. ഭൂതം പിന്നെയും കെഞ്ചാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലില്ല. നീ ആവശ്യപ്പെടുന്നത് എന്തും തരാം. എന്നെ രക്ഷിക്കണം. ഒടുവിൽ ദയാലുവായ മുക്കുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പാത്രം തുറന്നു. പുറത്തു വന്ന ഭൂതം തന്നെ പിന്തുടരാൻ മുക്കുവനോട് പറഞ്ഞു. അവർ ഒരു പർവ്വതവും താഴ്വരയും പിന്നിട്ട് ഒരു തടാകത്തിലെത്തി. ഭൂതം മുക്കുവനോട് തടാകത്തിൽ വല വീശാൻ പറഞ്ഞു. ആ തടാകത്തിൽ പല നിറത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അവൻ വലയെറിഞ്ഞ് 4 നിറത്തിലുള്ള വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, നീല 4 മത്സ്യങ്ങളെ പിടിച്ചു. ആ മത്സ്യങ്ങളെ സുൽത്താൻ്റെ രാജധാനിയിൽ കൊണ്ടു കൊടുത്താൽ സുൽത്താൻ മുക്കുവനെ ധനികനാക്കുമെന്നും ദിവസം 1 പ്രാവശ്യം മാത്രമേ ആ തടാകത്തിൽ വന്ന് മീൻ പിടിക്കാൻ പാടുള്ളൂവെന്നും മുക്കുവനെ ഉപദേശിച്ച് ഭൂതം അപ്രത്യക്ഷമായി. മുക്കുവൻ 4 മത്സ്യങ്ങളെയും കൊണ്ട് രാജാവിനെ സമീപിച്ചു. രാജാവിന് 3 ദിവസം മുമ്പ് കറുത്ത പാചകക്കാരിയെ ലഭിച്ചിരുന്നു. ആ മത്സ്യം അവളെക്കൊണ്ട് പാകം ചെയ്യിക്കുവാൻ രാജാവ് ആജ്ഞാപിച്ചു. മുക്കുവന് നിറയെ പണവും കൊടുത്തു. മുക്കുവൻ സന്തുഷ്ടനായി തിരിച്ച് വീട്ടിലെത്തി. വേലക്കാരി മത്സ്യങ്ങൾ കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് പൊരിച്ചു. ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ടു. പെട്ടെന്ന് അടുക്കള ചുമര് തുറന്ന് ഒരു സുന്ദരി പ്രത്യക്ഷയായി. അവളുടെ അവയവങ്ങളെല്ലാം കടഞ്ഞെടുത്തതുപോലെ ഇരുന്നു. കറുത്ത മിഴികളും കനത്ത മാറിടവും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. തലയിൽ ഒരു നീലത്തുണി കെട്ടിയിരുന്നു. കൈകളിൽ സ്വർണവളകൾ, വിരലുകളിൽ തിളങ്ങുന്ന മോതിരങ്ങൾ. അവൾ ഒരു മുളങ്കമ്പുമായി അടുപ്പിനരികെ വന്ന് പാത്രത്തിൽ നോക്കി ചോദിച്ചു, നിങ്ങൾ വിശ്വസ്തരാണോ? ഇതെല്ലാം കണ്ട വേലക്കാരി ബോധം കെട്ട് വീണു. 2-3 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മത്സ്യങ്ങൾ ഓരോന്നായി തല പൊക്കി നോക്കി. അവ പറഞ്ഞു, ഞങ്ങൾ വിശ്വസ്തരാണ്. ആ സുന്ദരി അവയെ ഉപദേശിച്ചു. തിരിച്ചു വരൂ, അവിശ്വസ്തത കാണിക്കരുത്. ഇതും പറഞ്ഞ് അവൾ വന്ന വഴിയെ തിരോധാനം ചെയ്തു. വേലക്കാരി എഴുന്നേറ്റു നോക്കിയപ്പോൾ മത്സ്യങ്ങളെല്ലാം തീയിൽ വീണ് കരിഞ്ഞിരുന്നു. എൻ്റെ ആദ്യത്തെ വയ്പ് തന്നെ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും മന്ത്രി വന്നു. അവൾ മന്ത്രിയോട് എല്ലാ കാര്യവും പറഞ്ഞു. മന്ത്രി മുക്കുവനെ വിളിച്ച് മുൻപ് കൊണ്ടുവന്നതുപോലുള്ള 4 മത്സ്യങ്ങൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അതുപോലുള്ള മത്സ്യങ്ങൾ കൊണ്ടുവന്നു. മന്ത്രി വേലക്കാരിയോട് തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാകം ചെയ്യാൻ പറഞ്ഞു. എന്നാൽ നന്നാക്കിയ മത്സ്യങ്ങളെ വറവുചട്ടിയിലേക്ക് ഇട്ടയുടനെ പഴയപടി ചുവര് തുറന്ന് ആ സുന്ദരി പ്രത്യക്ഷയായി. അവൾ മുമ്പ് ചോദിച്ച ചോദ്യം ചോദിച്ചു. പക്ഷേ നീ ഞങ്ങളോട് അവിശ്വസ്തത കാണിച്ചാൽ ഫലം അനുഭവിക്കും, മത്സ്യങ്ങൾ പറഞ്ഞു. കഥ തീരും മുമ്പ് നേരം പുലർന്നതിനാൽ 7ാം രാത്രിയിൽ വീണ്ടും തുടർന്നു. മത്സ്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ സുന്ദരി അവളുടെ മന്ത്രവടി കൊണ്ട് ആ പാത്രം ഒന്നിളക്കി. എന്നിട്ട് ചുവരിലെ വിടവിലൂടെ അപ്രത്യക്ഷയായി. മന്ത്രി ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം രാജാവിനെ ഉണർത്തിച്ചു. രാജാവിനിതെല്ലാം നേരിട്ട് കാണണമെന്നായി.
മുക്കുവനെ ആളയച്ചു വരുത്തി മുൻപ് കൊണ്ടുവന്നതുപോലുള്ള 4 മത്സ്യങ്ങൾ 3 ദിവസത്തിനകം കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. മുക്കുവൻ മത്സ്യങ്ങളുമായി അതിവേഗം മടങ്ങി വന്നു. പ്രതിഫലമായി അവന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാചകം ചെയ്യാൻ ആരംഭിച്ചു. മന്ത്രി തന്നെ മത്സ്യം കഴുകി പൊരിക്കാനായി പാത്രത്തിലിട്ടു. ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ടു. ഉടനെ ചുമർ തുറന്ന് ഒരു നീഗ്രോ രാക്ഷസനെ പോലെ ഒരുത്തൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ ഒരു പച്ച കമ്പുണ്ടായിരുന്നു. ഭയങ്കരമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, മത്സ്യങ്ങളെ, നിങ്ങൾ വിശ്വസ്തരാണോ? എല്ലാ മത്സ്യങ്ങളും പാത്രത്തിൽ നിന്നും തലപൊക്കി. അതെ, ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ്. നീ തിരിച്ചു വന്നാൽ ഞങ്ങളും വിശ്വസ്തരായിരിക്കും. പക്ഷെ നീ ചതിച്ചാൽ അത് നിന്റെ നാശത്തിനാണ്. മത്സ്യങ്ങൾ മറുപടി പറഞ്ഞു. ഉടനെ നീഗ്രോ അവൻ്റെ കയ്യിലെ കമ്പ് കൊണ്ട് പാത്രം മറിച്ചിട്ടു. മത്സ്യങ്ങൾ കരിഞ്ഞ് കരിക്കട്ടകളായി. രാജാവിന് ഈ മത്സ്യങ്ങളുടെ കഥയറിയാൻ തിടുക്കമായി. മുക്കുവനെ വിളിച്ചന്വേഷിച്ചപ്പോൾ എവിടെ നിന്നാണ് മത്സ്യങ്ങളെ പിടിച്ചതെന്ന് മനസ്സിലായി. രാജാവും മുക്കുവനും സൈന്യങ്ങളും കൂടി ആ താഴ്വരയിലേക്ക് പുറപ്പെട്ടു. മരുഭൂമി പോലെ വിജനമായ ആ താഴ്വരയും തടാകത്തിലെ മത്സ്യങ്ങളും കണ്ട് അവർ അത്ഭുത സ്തബ്ധരായി. പർവ്വതങ്ങൾക്ക് ചുറ്റും നോക്കി വരാൻ രാജാവ് സൈന്യത്തെ നിയോഗിച്ചു. എന്നിട്ട് പണ്ഡിതനായ തൻ്റെ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഈ തടാകത്തിൻ്റെ അത്ഭുത രഹസ്യം അറിയാതെ ഞാൻ മടങ്ങുകയില്ല. ഇന്ന് രാത്രി തന്നെ ഞാൻ ഒറ്റയ്ക്ക് രഹസ്യം അന്വേഷിക്കാൻ ഇറങ്ങും. നിങ്ങളുടെ ചുമതല എൻ്റെ കുടീരത്തിന് കാവൽ നിൽക്കുകയാണ്. ആര് വന്നാലും അതിനകത്ത് കടത്തരുത്. എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ മതി. രാജാവ് ആരുമറിയാതെ അന്ന് രാത്രി തന്നെ യാത്ര തുടർന്നു. നീണ്ട യാത്ര. 2-ാമത്തെ ദിവസം രാവിലെ ദൂരെയായി കറുത്ത ബിന്ദു പോലെ എന്തോ ഒന്ന് കണ്ടു. അടുത്ത് ചെന്നപ്പോൾ അതൊരു വലിയ രാജധാനിയായിരുന്നു. കറുത്ത കല്ലുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു രാജധാനി. രാജധാനിയുടെ കൂറ്റൻ കവാടത്തിൽ രാജാവ് 3-4 പ്രാവശ്യം തട്ടി വിളിച്ചു നോക്കി. ആരും വന്നില്ല. കൊട്ടാരം ശൂന്യമാണ്. കതക് തള്ളി തുറന്ന് അദ്ദേഹം രാജധാനിയിലേക്ക് ധൈര്യപൂർവ്വം നടന്നു. കൊട്ടാരത്തിനകത്ത് 4 സ്വർണ്ണ സിംഹങ്ങൾ ചുമക്കുന്ന ഒരു ജലധാര യന്ത്രം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിർഗളിച്ചിരുന്ന വെള്ളം വൈരക്കല്ലുകളും മുത്തുകളുമാണെന്ന് തോന്നി. ആ മുറ്റത്ത് നിറയെ പക്ഷികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയ്ക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സ്വർണ്ണ പലക കൊണ്ട് അവയെ മൂടിയിരുന്നു. രാജാവ് ശ്മശാനമൂകമായ വിശാല തളത്തിൽ ഒട്ടിട വിശ്രമിച്ചു. പെട്ടെന്ന് വികാരഭരിതമായ ഒരു ശബ്ദം, വിഷാദം കലർന്ന ഒരു പ്രേമഗാനത്തിൻ്റെ ഈരടികൾ കേൾക്കുമാറായി. എവിടെ നിന്നാണത്? വിസ്മയഭരിതനായ രാജാവ് ശബ്ദത്തെ പിന്തുടർന്ന് ചെന്നപ്പോൾ യവനികയിട്ട് മൂടിയ ഒരു വാതിൽ കണ്ടു. യവനിക മാറ്റി നോക്കിയപ്പോൾ ഒരു വലിയ ഹാളിൻ്റെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ മെത്തയിൽ കൈമുട്ടൂന്നി കിടക്കുന്നത് കണ്ടു. അയാൾ അതീവ സുന്ദരനായിരുന്നു. റോസാദളങ്ങൾ പോലെ ഇരുന്നു അവൻ്റെ കവിൾത്തടങ്ങൾ. മുഖം പൂ പോലെ ഇരുന്നു. അവൻ്റെ കവിളിൽ മനോഹരമായ കാക്കപ്പുള്ളി തിളങ്ങി. രാജാവ് ചെറുപ്പക്കാരനെ അഭിവാദനം ചെയ്തുകൊണ്ട് അകത്ത് കടന്നു. എന്നാൽ സ്വർണ്ണ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ വിഷണ്ണനായി കിടക്കയിൽ തന്നെ കിടന്നു. ആ തടാകത്തിൻ്റെയും നിറപ്പകിട്ടുള്ള രാജധാനിയുടെയും അവൻ്റെ ഏകാന്തതയുടെയും കണ്ണുനീരിൻ്റെയും കഥയറിയുവാൻ രാജാവ് ഔത്സുക്യം കാണിച്ചു. ഇത് കേട്ട് യുവാവ് തൻ്റെ ദുഃഖകഥ പറയാൻ തുടങ്ങി. എനിക്ക് വന്ന പോലൊരു ദുർദശ ആർക്കും ഒരു കാലത്തും ഉണ്ടായി കാണില്ല. അയാൾ തൻ്റെ ദുർബലമായ കൈ പൊക്കി വസ്ത്രം മാറ്റി. ആ യുവാവിൻ്റെ അരതൊട്ട് കീഴ്പോട്ടുള്ള ഭാഗം മാർബിളായിരുന്നു. അരയ്ക്ക് മേൽപോട്ട് തല വരെ സജീവ മനുഷ്യരൂപവും. അയാൾ തുടർന്നു, മത്സ്യങ്ങളുടെ കഥ തികച്ചും അത്ഭുതകരമാണ്. മനുഷ്യ മനസ്സുകൾക്ക് ഒരു പാഠം തന്നെയാണത്. ഈ പ്രദേശം വലിയൊരു നഗരമായിരുന്നു. എൻ്റെ അച്ഛൻ ആ നഗരത്തിൻ്റെ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹ്മൂദ്. കറുത്ത ദ്വീപുകളുടെ യജമാനനായിരുന്നു അദ്ദേഹം. അതിന്ന് 4 പർവ്വതങ്ങളായി തീർന്നിരിക്കുന്നു. അദ്ദേഹം 70 കൊല്ലം ഭരിച്ചു. പിന്നീട് ഞാൻ സുൽത്താനായി. എൻ്റെ അമ്മാവൻ്റെ മകളെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അവൾ എന്നെ അത്യധികം സ്നേഹിച്ചിരുന്നു. 5 വർഷം ഞങ്ങൾ സന്തുഷ്ടിയോടെ ജീവിച്ചു. ഒരു ദിവസം അവൾ കുളിക്കാൻ പോയപ്പോൾ ഞാനിവിടെ ഹാളിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അടിമപ്പെണ്ണുങ്ങൾ
എൻ്റെ തലയ്ക്കലും കാൽക്കലും ഇരുന്ന് വീശിക്കൊണ്ടിരുന്നു. ഞാൻ ഉറങ്ങിയെന്ന് കരുതി ഒരുവൾ കൂട്ടുകാരിയോട് വർത്തമാനം തുടങ്ങി. കഷ്ടം, നമ്മുടെ യജമാനൻ എന്ത് പാവമാണ്. ഈ കൊടിച്ചിപ്പട്ടിയെ, വൃത്തികെട്ട സത്വത്തെയാണല്ലോ അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയത്. രാത്രി മുഴുവൻ ഒരു തെമ്മാടിയുടെ കൂടെ ചിലവഴിക്കുന്ന വഞ്ചകിയല്ലേ അവൾ. ഞാൻ ഞെട്ടിപ്പോയി. സത്യം തന്നെയോ ഈ കേൾക്കുന്നത്? എല്ലാ രാത്രിയും വീഞ്ഞിൽ എന്തോ മരുന്നിട്ട് എന്നെ മയക്കിയിട്ടാണ് അവൾ പോകുന്നതെന്നും തിരിച്ചു വരുമ്പോൾ എന്തോ മണപ്പിച്ച് ഉണർത്തുകയാണ് പതിവെന്നും എനിക്കവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി. ആ നീചയെ പരീക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി പതിവ് പോലെ അവൾ തന്ന വീഞ്ഞ് ഞാൻ പതുക്കെ അവൾ കാണാതെ ഒഴിച്ചു കളഞ്ഞു. ബോധം കെട്ട പോലെ ഉറക്കം നടിച്ചു. ഞാൻ ഉറങ്ങിയെന്ന് വിശ്വസിച്ച് പതിവ് പോലെ അവൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോയി. ഞാൻ അവളെ പിന്തുടർന്നു. അവൾ എത്തിച്ചേർന്നത് പട്ടണത്തിന് വെളിയിലുള്ള ഒരു മൺകുടിലിലാണ്. കുടിലിൻ്റെ മുകളിൽ കൂടി ഞാൻ എത്തിച്ചു നോക്കി. അവിടെ വൃത്തികെട്ട ഒരു കറുത്ത നീഗ്രോ കിടക്കുന്നതാണ് കണ്ടത്. രോഗബാധിതനായിരുന്ന അവൻ്റെ ചുണ്ടുകൾ കറുത്ത് തടിച്ച് വികൃതമായിരുന്നു. നേരം വൈകിയതിന് അവൻ അവളെ വഴക്ക് പറയുന്നത് കേട്ടു. ഭർത്താവ് കാരണമാണ് വൈകിയതെന്നും ഭർത്താവിനെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണെന്നുമായിരുന്നു അവളുടെ മറുപടി. ഇനി ഒരു ദിവസം നേരം വൈകിയാൽ താൻ അവളെ ഉപേക്ഷിക്കും എന്ന് ആ വികൃതഗാത്രൻ താക്കീത് നൽകി. അവളുടെ സംഭാഷണം കേട്ടിട്ട് ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. പിന്നീട് അവൾ അവൻ്റെ മുൻപിൽ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ എനിക്ക് പറയാൻ വയ്യ. അവൻ്റെ കൂടെ ആ വൃത്തികെട്ട കിടക്കയിൽ അവൾ ശയിക്കുന്നത് കൂടി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുറിയിലേക്ക് ഞാൻ ചാടിക്കയറി. ആദ്യം തന്നെ ആ നീഗ്രോയുടെ കഴുത്ത് വെട്ടി. കഥ ഇത്രയുമായപ്പോൾ നേരം പുലർന്നു. 8ാമത്തെ രാത്രി വീണ്ടും കഥ ഇങ്ങനെ തുടർന്നു പറഞ്ഞു. നീഗ്രോ മരിച്ചെന്ന് കരുതി ഞാൻ ഓടിപ്പോയി. അത്ര ഭയങ്കരമായൊരു നിലവിളിയാണ് അവനിൽ നിന്നും പുറപ്പെട്ടത്. ഞാൻ തിരിച്ചെത്തി ഉറക്കം നടിച്ച് കിടന്നു. അവൾ പതിവ് പോലെ തിരിച്ചു വന്നു. എൻ്റെ കൂടെ കിടക്കയിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ തലമുടിയെല്ലാം വെട്ടി ദുഃഖം ആചരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞ ഭാവം നടിച്ചില്ല. അവളുടെ അമ്മ മരിച്ചു, അച്ഛൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, സഹോദരനെ തേൾ കുത്തി. അങ്ങനെ തൻ്റെ ദുഃഖത്തിന് അവൾ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. ഒരു കൊല്ലക്കാലം തനിക്ക് ദുഃഖം ആചരിക്കണമെന്നും അതിനും ഭദ്രമായ മന്ദിരം പണിയിക്കണമെന്നും അവൾ എന്നോട് അപേക്ഷിച്ചു. ഞാനതെല്ലാം അനുവദിച്ചു. ഒരു മന്ദിരവും അതിൻ്റെ തൊട്ട് വലിയൊരു ശവകുടീരവും അവൾ നിർമ്മിച്ചു. ആ നീഗ്രോയെ അവൾ അങ്ങോട്ട് കൊണ്ടുപോന്നു. അവൻ മരിച്ചിരുന്നില്ല, പക്ഷേ അത്യധികം അവശനായിരുന്നു. മുറിവേറ്റ അന്നു മുതൽ അവന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. ആയുസ് തീരാത്തത് കൊണ്ട് മാത്രം അവൻ അവിടെ കിടന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും എൻ്റെ ഭാര്യ അവിടെ പോകും, കരയും. അയാൾക്ക് സൂപ്പും ഭക്ഷണവും അവൾ കൊടുത്തു വന്നു. ഒരു കൊല്ലം മുഴുവൻ അവൾ അങ്ങനെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം അവൾ മാർത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടു. നീ പോയപ്പോൾ ഈ ലോകവുമായുള്ള എൻ്റെ ബന്ധം തീർന്നു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വയ്യ എന്നെല്ലാം അവൾ പറഞ്ഞിരുന്നു. ഊരിയ വാളുമായി ഞാൻ അങ്ങോട്ട് കുതിച്ചു. എൻ്റെ ക്രോധം ആളിക്കത്തി. വഞ്ചിതനായ ഞാൻ ആ കാമഭ്രാന്തിയെ വെട്ടിത്തുണ്ടാക്കാൻ വാളുയർത്തി. പൊടുന്നനെ അവൾ ഒരു ശാപവാക്യം എടുത്തെറിഞ്ഞു. ദൈവമേ, ഇവൻ കല്ലായി പോകട്ടെ. ആ നിമിഷം എൻ്റെ ശരീരത്തിൻ്റെ കീഴ്ഭാഗം മരവിക്കാൻ തുടങ്ങി. ഒരു ദിവസം മെത്തയിൽ വന്ന് വീണ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ശിലയായി. ഞാൻ ബലരഹിതനായി തീർന്നു. എൻ്റെ രാജ്യത്തെ 4 ദ്വീപുകൾ അവൾ മാന്ത്രിക ശക്തിയാൽ പർവ്വതങ്ങളാക്കി, ആളുകളെ മത്സ്യങ്ങളാക്കി. ദിവസവും അവൾ ഇവിടെ വന്ന് ഒരു ചാട്ടവാറ് കൊണ്ട് എന്നെ 100 അടി അടിക്കും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ചെറുപ്പക്കാരൻ്റെ ഗദ്ഗദ സ്വരം പൊട്ടിക്കരച്ചിലായി. രാജകുമാരൻ്റെ വർത്തമാനം കേട്ടിരുന്ന രാജാവിൻ്റെ മൂകത ആ പിശാചിൽ നിന്ന് എങ്ങനെയെങ്കിലും അയാളെ മുക്തനാക്കുമെന്ന പ്രതിജ്ഞയുടെ സൂചനയായിരുന്നു. അദ്ദേഹം നീഗ്രോ കിടക്കുന്നിടം കണ്ടെത്തി. കൗശലത്തിൽ കടന്നു ചെന്ന് ഓർക്കാപ്പുറത്ത് ആ വികൃത സത്വത്തെ വെട്ടിക്കൊന്നു. ജഡം കിണറ്റിൽ കൊണ്ടിട്ടു. തിരികെ വന്ന് നീഗ്രോയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൻ കിടന്നിടത്ത് അനങ്ങാതെ കിടന്നു. പതിവ് പോലെ രാജകുമാരി വൈകുന്നേരം നീഗ്രോയുടെ അരികിലെത്തി വിലപിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ പോലെ മഹത്വമുള്ള ഒരു ശക്തിയുമില്ല എന്ന് രാജാവ് പതുക്കെ നീഗ്രോയുടെ സ്വരത്തിൽ മന്ത്രിച്ചു. നീ നിന്റെ ഭർത്താവിനെ ദിവസവും ക്രൂരമായി ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ടല്ലോ.
അവൻ്റെ ദയനീയമായ കരച്ചിൽ കാരണം എനിക്ക് കൺപോള അടയ്ക്കാൻ പറ്റുന്നില്ല. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ രോഗവിമുക്തനായേനെ. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അവൾ കാമുകൻ്റെ വ്യാധി മാറുമെന്ന പ്രത്യാശയോടെ സന്തോഷവതിയായി രാജധാനിയിൽ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് അണഞ്ഞു. മന്ത്രം ജപിച്ച് കുറേ വെള്ളം ഭർത്താവിൻ്റെ മേൽ തളിച്ചു. രാജകുമാരന് ഉടനെ പൂർവ്വരൂപം തിരിച്ചു കിട്ടി. എൻ്റെ അള്ളാഹു എന്നെ രക്ഷിച്ചു. സന്തോഷത്തോടെ രാജകുമാരൻ ചാടി എഴുന്നേറ്റു. അവൾ തിരികെ നീഗ്രോയുടെ സമീപത്തിൽ വന്ന് മൃദുസ്വരത്തിൽ വിളിച്ച് താൻ ചെയ്ത കാര്യം അറിയിച്ചു. ഇതുകൊണ്ടും ആയില്ല എന്നായി നീഗ്രോ. നീ മത്സ്യങ്ങളാക്കിയ മനുഷ്യരെയെല്ലാം നമ്മളെ രണ്ടുപേരെയും രാപകൽ ശപിക്കുകയാണ്. അവരെ കൂടി രക്ഷിച്ചാലേ രോഗം പൂർണ്ണമായും സുഖപ്പെടൂ. ഉടനെ തന്നെ ആ ആഗ്രഹവും സാധിപ്പിക്കാൻ തയ്യാറായി അവൾ തടാകത്തിലേക്ക് ഓടി. നേരം പുലർന്നതുകൊണ്ട് ബാക്കി കഥ 9-ാം രാത്രിയിലാണ് തുടർന്നത്. ആ മന്ത്രവാദിനി കുറച്ച് വെള്ളമെടുത്ത് തളിച്ച് മത്സ്യങ്ങളെയെല്ലാം മനുഷ്യരൂപത്തിലാക്കി, പർവ്വതങ്ങളെ ദ്വീപുകളാക്കി. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ കാമുകനെ ആശ്ലേഷിക്കാൻ ഓടിയെത്തിയ ആ രാക്ഷസിയെ രാജാവ് സൂത്രത്തിൽ ആലിംഗനം ചെയ്യാനുള്ള ഭാവത്തിൽ പിടിച്ച് കുത്തിക്കൊന്ന് 2 പകുതിയാക്കി മുറിച്ചിട്ടു. പുറത്ത് രാജാവിനെയും കാത്ത് രാജകുമാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് രാജകുമാരനോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുന്നുവോ അതോ ഇവിടെ തന്നെ താമസിക്കുന്നുവോ? രാജകുമാരൻ പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്നത് മാതിരി ചെറുതല്ല എൻ്റെ ഈ രാജ്യം. അങ്ങിവിടെ 2 ദിവസം കൊണ്ടെത്തിയത് എൻ്റെ രാജ്യം മന്ത്രവാദത്തിന് അധീനമായതുകൊണ്ടാണ്. ഇനി എത്തിയത് 1 വർഷത്തെ യാത്ര കൊണ്ടേ അങ്ങേക്ക് അങ്ങയുടെ രാജ്യത്തിലെത്താൻ പറ്റൂ. പിതാവിനെ പോലെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. രാജാവിന് പുത്രന്മാരില്ലായിരുന്നു. അതുകൊണ്ട് രാജകുമാരൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. എൻ്റെ മകനാണ് നീ. രാജാവ് ആ യുവാവിനെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ചു. 2 പേരും കൂടി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. 1 കൊല്ലം കൊണ്ട് രാജധാനിയിലെത്തി. മന്ത്രിപ്രവരന്മാരും സേനാനായകന്മാരും രാജാവിനെ ഇനി കാണാൻ പറ്റില്ലെന്ന് തീർച്ചയാക്കി ഇരിക്കുകയായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജാവ് മന്ത്രിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. മുക്കുവനെ വിളിച്ചു വരുത്തി വീണ്ടും വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകി. മുക്കുവന് 2 പെൺമക്കളുണ്ടായിരുന്നതിൽ ഒരുവളെ രാജാവും ഒരുവളെ രാജകുമാരനും വിവാഹം ചെയ്തു. രാജാവിൻ്റെ മന്ത്രിയെ രാജകുമാരൻ രാജ്യത്തിലെ സുൽത്താനാക്കി വാഴിച്ചു. മുക്കുവനെ രാജ്യത്തെ ഖജാൻജിയാക്കി. കഥ അവസാനിച്ചപ്പോൾ ഷെഹർസാദ് പറഞ്ഞു, ഈ കഥ രസകരമാണെങ്കിലും പോർട്ടറുടെ അത്ഭുതകരമായ കഥയുടെ അടുത്ത് വരില്ല. അടുത്ത കഥ പോർട്ടറുടെയും സുന്ദരിമാരുടെയുമാണ്. അത് നമുക്ക് നാളെ കേൾക്കാം.